കഴിഞ്ഞാൽ ഏറ്റവും താഴെ കസ്റ്റം ക്രൈ ആണ് സെർച്ച് ചെയ്യുമ്പോ കസ്റ്റം ക്രൈ പഴയതുണ്ടോ പഴയത് പഴയ എലിയുണ്ട് നമുക്ക് ബുള്ളറ്റിന്റെ ഓടിക്കണം. എനിക്ക് ബുള്ളറ്റിന്റെ എലി ഓടിക്കണം. അയില പൊള്ളിച്ച പോലെ സൈഡ് പൊള്ളിച്ചിട്ടിട്ട് എനിക്ക് ബുള്ളറ്റിന്റെ എലി ഓടിക്കണം. ഇപ്പൊ അങ്ങോട്ട് ഇറക്കിയ സാധനം നമുക്ക് പോയി വാറ നോക്കാം. അണ്ണാ ഫൈനലി ട്രെൻഡിങ്. എടാ പോടാ അവിടെ നിന്ന്. എന്റെ ലൈവ് ട്രെൻഡിങ് ഒന്നും വരത്തില്ല. ചുമ്മാ എന്നെ കൊതിപ്പിക്കണ. എടാ എന്റെ ലൈവ് ട്രെൻഡിങ് വന്നോ നോക്കിയടാ സിനിമനെ. എന്റെ ലൈവ് ട്രെൻഡിങ് വന്നോ നോക്കിയേ. ഓ ചേട്ടാ പറ. എന്ത് ചെയ്യുന്ന ഇവിടെ അടി പൊട്ടിയോ? ഇവിടെ ഓജി 3 പേര് ഡൗൺ ആയോ? വാട്ട്? ആരാ ഡൗൺ ആയേ? ഓക്കേ ബ്രോക്കർ സീൻ കിച്ചു ഡൗൺ ആയി. ഡിസ്പ്ലേ ക്യാപ്ചർ ഇല്ലടാ ഈ ഉണ്ടല്ലേ തീർന്നാ? ഡൂഡൂച്ചിയൊക്കെ പണി. പപ്പട കില്ല് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമത്തിൽ പപ്പട സ്നൈപ്പ് നിക്ക്. എടാ അടിച്ച് തൊലച്ച് കഴിഞ്ഞു വാറ്. ഇതൊക്കെ ഒരടി നല്ല മര്യാദക്ക് കിട്ടിയിട്ടില്ല. ഇതാരടിക്കും സ്റ്റീവ്? ഇവനെന്ത് പ്രശ്നം? വണ്ടിയിലാരും ഇല്ല. വാറ് തീർന്ന്. അണ്ണാ നമ്മള് കറക്റ്റ് സെറ്റ് ചെയ്തോണ്ടിരുന്നല്ലേ അണ്ണാ. ബുള്ളറ്റ് ഡൗൺ ആണ്. ഓക്കെ തീർന്നു. ബുള്ളറ്റ് എവിടെ വീണാ? വാറ് തീർന്ന വെക്കുന്നതിന് മുന്നേ വാറ് തീർന്ന. ഓക്കെ ഓൾ ഡൗൺ GG ഇട്ടിട്ടുണ്ട്. കളി കഴിഞ്ഞ് മൊത്തം എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് ബാക്ക് അടിച്ചേ? 3-4 മിനിറ്റ് കിട്ടിയിട്ട് 5 മിനിറ്റ് എന്തായാലും. സ്നൈപ്പ് പോകും. നല്ല ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. വാറ് കാണാൻ വേണ്ടിട്ടാണ് ഇരുന്നേ. ഞങ്ങളവിടെ ലോങ്ങിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ അണ്ണന്റെ ഹെലി അവന്മാരുടെ ഒരു വണ്ടി അവിടെ മറിഞ്ഞു പോയിട്ടാ. അവിടെയാണ് കഴ തുടങ്ങിയത് കേട്ടാ. നോക്കട്ടെ ഫസ്റ്റ് പിക്ക് ആരെയാണ്? സരക്ക് ഡാനി രാനൊരു പിക്ക്. മാഡി അവിടെ സാമി ഡൗൺ ആയിട്ടുണ്ട്. നല്ല അടി അടിക്കുന്നുണ്ട്. ഓക്കെ തണ്ടൊക്കെ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ ആ പറ. ശിവന് ഓക്കെ ചിച്ചുകോട് ഡൗൺ ആയിട്ടുണ്ട്. ചിച്ചുകോട് ഡൗൺ ആയി ഇവിടെ. പപ്പടം വിനീത് അടുത്തത്. ബുള്ളറ്റ് അടുത്ത പിക്ക്. ബുള്ളറ്റ് ഒക്കെ ഏതാടി എങ്ങനെ സ്പെക്ക് എവിടെയും പോണില്ല. VC വാ മര്യാദക്ക്. ചുമ്മാ ബുള്ളറ്റ് ഒക്കെ വിഷയോ അടിയടേ. ബുള്ളറ്റ് 3 പിക്ക് എടുത്തിട്ട് ഡൗൺ ആയി കേട്ടാ. വില്ലുമാർ രണ്ടാമത്തെ പിക്ക്. സ്നൈപ്പ് പോകുന്നുണ്ട്. തണ്ടറിനെ കണ്ട് സ്നൈപ്പ്. തണ്ടർ കണ്ടില്ലേ? സ്നൈപ്പർ പിക്ക് അടുത്തത്. ഓക്കെ പോപ്പി അടിക്കുന്നുണ്ട്. പോപ്പി ഡൗൺ ആയിരിക്കുകയാണ്. അടുത്ത പിക്ക് സ്റ്റീവ്. അടുത്ത പിക്ക് ഇടിച്ചു വന്നാടാ സ്റ്റീവൊക്കെ. ആര് ഇടിച്ചു കൊല്ലെന്ന് പറഞ്ഞ കോൾ കൊടുക്കുന്നുണ്ട്. ഇടിച്ചു കൊന്നാണ്. അതെന്തൊരു വാറടാ അത്. അതുണ്ടല്ലോ ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാരും ഭയങ്കര സ്റ്റിക്ക് ഓൺ ആയിട്ട് കളിക്കാൻ നോക്കും. ചേർത്തിട്ട് ഡൂഡൂച്ചിയെ കൂട്ടപ്പണ്ണത്. ഇപ്പൊ ചേട്ടാ എല്ലാരും സ്റ്റിക്ക് ഓൺ ആയി കളിക്കും ചേട്ടാ. ഒരിടത്ത് വിട്ടുപോയാൽ എല്ലാവരും അവിടെ ഇറങ്ങി അടിക്കാൻ നോക്കും ചേട്ടാ. അപ്പൊ എല്ലാരും ചാടി ഇറങ്ങി അടിക്കും. അത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വാർസയിൽ അങ്ങനെയാണ്. ഇതാകുമ്പോ തേടി പിടിച്ച് വണ്ടിയും ഓടിച്ച് പോകേണ്ട ആവശ്യം. അതെ അതെ ഒരാളെ ഡൗൺ ഒരാള് ഇജാതി അടിയൊക്കെ. എന്റെ പൊന്നോ സിംഗ ഒന്നും ഇപ്പഴും ലൈനപ്പിൽ കയറില്ലടാ. കൊറേ നാളായല്ലോ തൊലിക്കാൻ തുടങ്ങിയിട്ട്. സിംഗൊക്കെ ലൈനപ്പിലുണ്ട് ചേട്ടാ. ലൈനപ്പിലുണ്ട്. ഇപ്പൊ നമ്മള് 15 വരെ മാറിയാണ് ചേട്ടാ ഇടുന്നത്. ഇപ്പൊ ഓവർ ആൾക്കാർ അധികമാ.
അപ്പൊ ഓരോരുത്തരെ മാറ്റി ഇടും. ബാബുവിന് മാത്രം ഒരു ഇതില്ലല്ലടാ. ബാബു ലൈനപ്പിലില്ല. നമ്മളെ അതല്ല അതിന്റെ അതായിരുന്നില്ല എന്നെ എടുത്തതിന്റെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തു. ടിവിയിലോട്ട് വിളിക്കുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ R34 വന്ന സിറ്റുവേഷൻ എടുക്കും. ഇപ്പൊ ലെഫ്റ്റില് സ്ക്രോൾ ഡൗൺ അതവിടെ ലൈവ് കണ്ട ഗെയിമിംഗ് ലൈവിന്റെ താഴെ ഒരു ഗെയിമിംഗ് കണ്ട ഗെയിമിംഗ്. അതെന്തായാലും വരൂടാ. ഇല്ല ചേട്ടാ, എന്റെ ചാനൽ ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ഇല്ല ഉണ്ടല്ലോ, ഞാൻ കണ്ടുപോ എന്റെ ഒന്ന് ലൈവ് വരും. അത് ലൈവ് വരൂടാ. ലൈവ് വരും ചേട്ടാ, എന്റെ ലൈവ് ഇത് വരത്തില്ല. അപ്ലോഡ് ആയിട്ട് ട്രെൻഡിങ് അപ്ലോഡ് ആയാലേ വരുള്ളൂ. ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോ ട്രെൻഡിങ് വരുമോ? ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇത് ട്രെൻഡിങ് അപ്ലോഡ് ആയാലും മോനെ ട്രെൻഡിങ്ങിനകത്ത് ലൈവിനകത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് വാച്ച് അവർ ബേസ് വ്യൂസ് ബേസിലാണ്. അപ്പൊ ഇവനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ്. അപ്പൊ ഇവനകത്ത് കാണിക്കുന്നത്. അല്ല ചേട്ടാ, റിബലിന്റെ എല്ലാവരുടെയും വരും അങ്ങനെ. ട്രെൻഡിങ്ങിലുണ്ട് റിബലിന്റെ എല്ലാ ട്രെൻഡിങ്ങിലുണ്ട് ഇപ്പോഴും. എന്റെ ഒരു ദിവസം പോലും വന്നിട്ടില്ല ചേട്ടാ. എന്റെ ലാസ്റ്റ് ലൈവ് നോക്ക്, ഈ ലൈവിന്റെ വ്യൂസ് കണ്ടാ 24 hours വ്യൂസിന്റെ ഇത് നോക്ക്. 3,37,000, 2,66,000. എന്നിട്ടും വന്നില്ല ഒരെണ്ണം പോലും. അത് ചാനൽ ഹെൽത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ചേട്ടാ, എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്റെ ഇതുവരെ വന്നിട്ടില്ല. PUBG മൊബൈൽ ഗെയിം പ്ലേ മല്ലു ഗെയിമേഴ്സ് കേരള സ്ക്വാഡ് ഡിസംബർ 31 കാറ്റഗറി മാറി കിടക്കുവാണ്. കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്തിട്ടേക്കുവാടാ, എന്നിട്ട് വരത്തില്ലടാ. അതുകൊണ്ടല്ലേടാ ഇപ്പൊ 917 വീഡിയോ യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh crore 5 കോടി വ്യൂസ്. 5 കോടി ഒന്നും അല്ല, അതീ കൂടി 55 കോടി 3,00,000 യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh crore 5 കോടി 53,290,000. ഇതെന്തോ സിറ്റിയിലവന്മാർക്ക് വരുമോ ഇനി? R34 വരുമോന്ന് തോന്നില്ല ചേട്ടാ. ഇത് കണ്ടോടാണ് POV ചോദിക്കട്ടെ. POV എന്തിയന്മാരെല്ലാം എന്ത് ചെയ്തോ? ഇതൊക്കെയല്ലേ രസം. പപ്പടം കൊണ്ട POV ഞാൻ കാണിച്ചുതരാം. എടാ അവന്മാർക്ക് എന്ത് പറ്റിയടാ? അവന്മാർ അവിടെ അങ്ങനെ പടപട വീണ എന്ത്? ഇല്ല ഫസ്റ്റ് എന്ന് വെച്ചാ ഫസ്റ്റ് അവന്മാരെ വണ്ടി പറഞ്ഞു, പക്ഷെ അതിലാരും ഡൗൺ ആയില്ല അവന്മാര്. ഇത് നോക്കും വാൾപേപ്പർ ഇവിടെ അവന്മാരെ വണ്ടി പറഞ്ഞു. വെൽ പ്ലേഡാ, കിടലം കളി. എല്ലാരും എന്ത് കളി കളിച്ച് അവന്മാരെ കളിച്ചു. വില്ലുമോന്റെ സീൻ ഉണ്ട്. ഇത് ശരിയല്ല. ഇതാണല്ലേ നോക്കിക്കൊണ്ടുപോയി അതാരാ നോക്കി? അല്ലേ നീ അടിച്ചാളെ നോക്കി തണ്ടർ രാജ. ബാക്കി പ്ലേ ഐ തിങ്ക് യുവർ ലൊക്കേഷൻ ഈസ് USA. ഇപ്പൊ ഇപ്പോഴൊരു വിഷയം സീനാണ്. ഇപ്പോഴും ഡോളേഴ്സിലാട്ടോ എല്ലാം കാണിക്കുന്നത്. സൂപ്പർ ബ്രേക്ക് കിട്ടിയില്ലാണ്. എന്ത് കഴിഞ്ഞാ സ്നൈപ്പ് ബ്രേക്കും ഇല്ല ടയറും ഇല്ല. എന്ത് ഡോളേഴ്സ് കാണിക്കുന്നടാ? എല്ലാം എന്റെ ഇൻകം എല്ലാം ഡോളേഴ്സിലാ ചേട്ടാ ഇപ്പോഴും കാണിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിലാ വരുന്നത് തോന്നുന്നു, ഇന്ത്യൻ റുപ്പീസ്. അത് അമേരിക്ക മാറ്റി എങ്ങനെ മാറ്റണം അറിയോ? സ്റ്റുഡിയോയില് മാറ്റാൻ പറ്റും. സ്റ്റുഡിയോയില് മാറ്റാൻ ലൈവ് ഈസി അല്ലേ? ലൈവ് എന്താ? അല്ല ഇത് അവര് പടം കണ്ടിരുന്നല്ലോ. ഓ ഇത് ഇവിടെയാണല്ലേ വന്നിരിക്കുന്നേ. ഓക്കെ ലൈവ് അല്ലെന്ന് വിചാരിച്ചേട്ടോ. സത്യം പറയല്ലോ ഒരു വിഷയം. ഓ ലൈവ് മണ്ടലോട്ട് വലിച്ചിട്. മണ്ടലോട്ടോ ലൈവ് മാറ്റാൻ പറ്റുമോ റീജിയൻ? ഞാൻ നോക്കാം. അത് ഞാൻ പറ്റും. സെറ്റിംഗ്സിലുണ്ട്. അത് മാറ്റാം. അത് എന്ത് സെറ്റിംഗ്സിലാ? കൺട്രി ഓഫ് റെസിഡൻസ് മാറ്റണം ചാനലിനകത്ത്.
അതെവിടെയാ യൂട്യൂബിന്റെ സ്റ്റുഡിയോയിലോ? അണ്ണാ യൂട്യൂബ് സ്റ്റുഡിയോയില് സെറ്റിംഗ്സില് ചാനലില് കൺട്രി ഓഫ് റെസിഡൻസ് സെറ്റിംഗ്സില് യൂട്യൂബ് സെറ്റിംഗ്സ് എടുത്താവോ അതില് ചാനൽ എടുക്കുക എന്നിട്ട് കൺട്രി ഓഫ് റെസിഡൻസ് ഏതാ നോക്കിയേ. ചാനല് കൺട്രി ഓഫ് റെസിഡൻസ് സെലക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഇന്ത്യയുടെ ഇന്ത്യ. എന്നിട്ട് മേലെ തൊട്ട് കറൻസി വഴി INR ആക്കിട്ടോ. അല്ല ആയിരുന്നോടാ? അല്ലല്ല ഒന്നുമേ ചെയ്തിട്ടില്ല, ഇപ്പഴാ ഇന്ത്യ ആക്കിയത്. അപ്പൊ ഈ ലൈവ് ട്രെൻഡിങ് വരുമോ നോക്കാം. എന്നിട്ട് അതിൽ കീവേഡ്സ് ആഡ് ചെയ്യണം. കീവേഡ്സ് എന്താ ആഡ് ചെയ്യണം? ഗെയിമിങ്, കേരള ഗെയിമിങ് എന്നുള്ള രീതിയിൽ കുറച്ച് ഹാഷ്ടാഗ് ഇടണോ? ഹാഷ്ടാഗ് വെറും ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. അതില് ഹാഷ് ഇട്ടോ ഇടാതെയോ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്താലും മതി. ഹാഷ് ഇടണമെന്നില്ല, എൻ്റർ അടിച്ചാൽ മതി ഓരോ കീവേഡ് കൊടുത്തിട്ട്. ഇന്ത്യ, കേരള, ഗെയിമിംഗ്, TVA, ബാബു നമ്പൂതിരി, ബാബു ഈഗിൾ ഗെയിമിംഗ്, ഗോഡ് ബോബ്സ്. എൻ്റർ കോമ സെപ്പറേറ്റഡ് വാല്യൂസ്. അതെ, അതായത് മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ എല്ലാം കോമയായിട്ട് അടിച്ച് എൻ്റർ അടിക്കുമ്പോൾ സെപ്പറേറ്റ് ആയിക്കോളും. ഓക്കെ 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 ഗൈസ്, എല്ലാവരും POV എടുക്കും. ഇപ്പോൾ വെയിറ്റ് ബുള്ളറ്റ് എന്താ ബാക്ക് ടു പ്രൈം ആണോ? ഇത് ചുമ്മാ ഞാൻ വെറുതെ ഓടി നടന്ന വെടിയൊക്കെ വരുന്നു. നമ്മുടെ ചാനലിൽ കാണിക്കാൻ പാടില്ലാത്ത ആരെയുള്ള ലിങ്ക് ഒക്കെ കൊടുക്കാട്ടോ ഇതിനകത്ത്. വെൽ പ്ലേഡ് ഇന്നലെ കോണയൊന്നും പറഞ്ഞില്ല, വേണ്ട അത് വിട്ടേരെ. സത്യം മാന്യമായിട്ട് ഒന്ന് ഇറങ്ങി അടിയാവുന്നത് ഇവിടെ വെച്ചാണ്. ഷനൽ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ ചോട്ടാ സ്പോൺസർഷിപ്പ് ബ്രോ. POVയിൽ ലാഗ് ഉണ്ടോ നിനക്ക്? ഇല്ല, POV ലാഗൊന്നുമില്ല. അപ്പൊ പിന്നെ സ്ക്രീൻ ഷെയറിന്റെ പ്രശ്നം. ആപ്ലിക്കേഷൻ മാറ്റി സ്ക്രീൻ ആക്കാം. അപ്പൊ ശരിയായിരിക്കും. ഇപ്പൊ ശരിയാക്കണോ നോക്കി പ്ലേ എല്ലാം 720 ആക്കി നോക്ക്. മറ്റേത് ക്വാളിറ്റി മാറ്റി ക്വാളിറ്റി. ശരത്തേട്ടൻ എവിടെ പോയി? ശരത്തേട്ടൻ പോയെന്ന് തോന്നുന്നു, ഇല്ലെന്ന് തോന്നുന്നു. ശരത്തേട്ടൻ പോയി. രഘുലേ റെഡിയല്ലേ? റെഡിയല്ലേ? വരുന്നോ? വരുന്നു പോന്നു. ഓക്കെ, വെരി ഗുഡ്. 720 60 അപ്പൊ നമുക്ക് കുറച്ചു നേരം POV കണ്ടിട്ട് കുറച്ചു നേരം PUBG കളിച്ചാലോ? ഇപ്പൊ കാണാം. കാണാം. ഇപ്പൊ വണ്ടി എങ്ങനെ ഉണ്ടാ? വണ്ടി ആരടാ ഓട്ടിച്ച വണ്ടി? വണ്ടിയുടെ വീട് ഞാൻ ഇപ്പൊ വണ്ടി ഇടിച്ച് അവന്മാരവിടെ മറിഞ്ഞ് നമ്മളിപ്പോ ഇവിടെ നിർത്തും. ഞാൻ ഇറങ്ങി എന്നെ ഇടിച്ചിടും. അതാര്? ബാലനാണ്. ഒരുത്തരെ തറയിലിട്ട് പതുക്കിയവൻ. അവസരം കൊടുത്തില്ല. ഇനി RP കയറത്തില്ല ബ്രോ. എന്തായാലും ഞാൻ RP കയറി കഴിഞ്ഞില്ല. എത്ര നേരം അതിനകത്ത് വീണ്ടും RP കത്തിട്ട് പോകാൻ. ഇല്ല ഗൈസ്, എന്നും RP ഈ പറയണത് പോലെ PUBG ഡെയിലി. നീ തേർഡ് വ്യൂല് കളിക്കുന്നില്ലടാ. ഈ വ്യൂ ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണോടാ ബുള്ളറ്റ്. അല്ല, ഞാൻ ദൂരം കാണാനായിട്ട് ഞാൻ ഹെലിക്ക് പറ്റും. ഫൈറ്റ് എടുക്കാൻ ഭയങ്കര സീനായത്. അവൻ ചത്ത്. എന്നിട്ട് ഇവിടെ നിന്ന് ഹീൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ ഇവിടെ ഒരുത്തരം കണ്ടില്ലേ, ഈ റൈറ്റ് സൈഡിൽ ഒരുത്തൻ നമ്മുടെ ഒരാളെ കണ്ടില്ലേ, ആ കോൺഫിഡൻസിലായി ഇവിടെ ഹീൽ ചെയ്യും കേട്ടാ. ഹീൽ ചെയ്ത് ഇവിടെ അങ്ങിരിക്കും. ഞാൻ കണ്ണു മാറിട്ട് എന്നെ കൊന്നാകുമ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തോട് തപ്പുവാ. അവിടെ പോയി
എനിക്ക് 2 വിക്കല്ലേ ഉള്ളൂ. പക്ഷെ 3 എണ്ണമാണ് അതിനകത്ത്. അപ്പൊ എനിക്കാ 3 രാന്റെ പിയോ കാണിച്ചേ. വെൽ പ്ലേഡ്. അതാണ് ഞാൻ ഞാൻ എവിടെ പോയത്? കാണാവോ? നോക്കട്ടെ. ഇല്ല, ലോഡാവുന്നേ ഉള്ളൂ. വെയിറ്റ്. ഇവിടെ കളിയാ. ഇറങ്ങിട്ടില്ല. ഒരു വണ്ടി പറഞ്ഞ ഇറങ്ങ പണ്ട് ഇവിടെ കുത്തിച്ച ഒരു വണ്ടി ഇവിടെ കുത്തിച്ച. വാ പണ്ട് ഉമ്മ വെച്ചവൻ എന്നെ വന്ന് വീണ്ടും വന്നവര് ഓടി അവിടെ ഉണ്ടെന്ന് പോകുമ്പോ അടി കിട്ടുന്നു. നല്ല അടി കിട്ടി. ഇവിടെ അടി കൊണ്ട് എറ്റി അടിച്ച്. ഇത് എറണാകുളം അല്ലല്ല, ഇത് ലാസ്റ്റ് ആണ് എറണാകുളം. ഇതല്ല, ഇത് വേറെ. എന്താ കുലാലെ എറണാകുളം എനിക്ക് കിട്ടിയത് എറണാകുളം. എന്റെ പൊന്നോ, പറയണത് ഇവിടെ വെച്ചാണ്ട എറണാകുളം പറഞ്ഞത്. അതാണ് ഇതാ, ഇപ്പഴാണ് എറണാകുളം പറഞ്ഞത്. ഇതാ എറണാകുളം. എറണാകുളത്ത് തീർന്നു പൊസക്കി കിടക്കണ വിഷയമൊക്കെ ഗുലാക്ക് തീർന്നു. ഒരു കഴപ്പിന്റെ ബിയോ കാണിച്ചിട്ട് കഴപ്പിന്റെ. കാണിച്ച്. എടാ രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി ഒറ്റയ്ക്ക് പോയി സിറ്റി കയറിയാൽ മറ്റവന്മാരെ വന്ന് സിറ്റുവേഷൻ എടുക്കാൻ നിൽക്കും. ആയിക്കോട്ടെ. അവന്റെ അടുത്ത് അങ്ങോട്ട് പോയി പറഞ്ഞ് അനുഭവം തട്ടിയല്ലാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. നിനക്കുള്ള പ്രശ്നമുണ്ടോ തട്ടി? നിനക്ക് ഇനിയിപ്പം നിനക്ക് പ്രശ്നമുണ്ടോ? അല്ല ഞാൻ എന്നെ തട്ടിയത്, നീ അടി മേടിച്ചത്. നിനക്ക് പ്രശ്നമുണ്ടോ? നീ ചോദിക്കാൻ പാ. കേടാവടാ ആള് വാർന്ന് താഴെ വിളിക്കാറിയത്തുള്ളൂ കേട്ടോ. ഏതോ മാസം എന്നാണ് വിചാരം. ആള് നമ്മള് ഗ്യാങ് സ്റ്റിപ്പിംഗ് ആളെ റീസ്പോർട്സിങ് പോയി പോസ്റ്റ് ആക്കിയപ്പം തന്തയില്ലാത്തവനൊക്കെ ഫ്ലഫി മൊണ്ണെ വിളിച്ചതാണ്. ഇത് മാത്രമേ പിന്നെ ഇവിടെ ഒരു ഒരുത്തനെ ബുള്ളറ്റ് കാണിച്ചിരാ. ഞാൻ ഇപ്പൊ വിചാരിക്കും ഞാൻ ഒറ്റ കളയ വണ്ടിയില് ഞാൻ നോക്കുമ്പോ 2 കാലുണ്ട് അവിടെ. ഇപ്പൊ 4 കാലുമാണ്. ഓക്കെ സെറ്റ് 2 കില്ല് വെച്ചെന്ന് പറഞ്ഞ് പോയതാണ് ഞാൻ. പോയിക്കോ അവന്മാർ അടിക്കാണ്ട് പോകണം. 1v2 ഒഴിക്കാൻ പോകണം. 1v2 മൈൻഡിലാണ്. 1v2 ഞാൻ നോക്കുമ്പോ ആരും കാണൂല ഇവിടെ. എന്നിട്ട് ചോദിക്കോ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി കയറും. അപ്പൊ ആ ബുള്ളനെ കണ്ട് ഞാൻ കയറി. ഞാൻ ഇവിടെ ആരും കാണൂല. നോക്കിയോ. എന്നിട്ട് നീ ഒന്ന് കൊല്ലുന്ന കണ്ട്. എന്നിട്ട് അടുത്ത ആളെ കാണുന്നുണ്ടോ ഇവിടെ? ഞാൻ തപ്പോ ഇവിടെ മൊത്തം അവനെ കാണുന്നില്ല. ഞാൻ അകത്ത് കയറി തപ്പും. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെ പോവാൻ ഈ ഗ്യാപ്പ് ലെഫ്റ്റിൽ നിന്റെ ബാക്കിൽ ഒരു ഗ്യാപ്പ് ആണ്. ഞാൻ ഓടി ഞാൻ മരിച്ചാണ്. അവിടെ ലിസ്റ്റ് ചെയ്ത് പോയി കേട്ടോ. ഒന്നും അറിയണില്ല കേട്ടാ.
ഞാൻ തപ്പു ആകെ ഞാൻ സെറ്റ് എന്ന് പറഞ്ഞാൽ നിക്കുവാണ് അവിടെ നിന്ന് വന്നാൽ അവനെ ഗുലാനെ R34 മറ്റേ ഗ്യാങ് ഹൗസിലോട്ട് വെടിവെച്ചതിന് അതൊന്ന് വലിച്ചുവിട്. ഇതുകൊണ്ട് ഇപ്പൊ ഫ്ലഫിയുടെ വീഡിയോ ഇടാണ്ട് അവസാനം അവനെ കൊന്നുണ്ടായിരുന്നു. അവൻ ആരും ഇല്ലാണ്ട് വെച്ചേക്കായിരുന്നു. തലയ്ക്ക് തന്നെ ആയിരുന്നത്. അവിടുന്ന് ആരോ അടിച്ച് നശിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. വരുന്ന റേസ് നോക്ക് ഉണ്ടോണേ അവൻ ചെറുക്കണ്ടാ. ഇപ്പൊ നോക്കുമ്പോ നിന്നെ കാണാനില്ല. ഒരു മിനിറ്റ് എടാ, അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങണേ. ഞാൻ വില്ലുണ്ടോ? വില്ലിന്റെ POV ഉണ്ടോ? വില്ലു എവിടെ വില്ല് ഇവിടെ ഉണ്ടോ? ഫാസ്റ്റ് ഇവൻ ആണല്ലേ? ഓക്കെ വില്ലിന്റെ POV ആണ് കേട്ടെ. അവൻ അറിയുന്നില്ല നീ വിളിക്കുന്നത്. പകുതി ടീം ഫയർ കിട്ടുന്ന എനിക്ക് അടിക്കും ബട്ട് എനിക്ക് കിട്ടും. ഇവനാണ് സാമ്പ് സെർവറിൽ സാധനം കൊടുക്കുന്നത്. ഇവൻ തന്നെ ഇവനാണ് ഫയൽ ഒത്തം കൊടുത്ത നമ്മളെ ബാക്കില് ഇവനാണ് സാമ്പിള് ലീക്കർ കേട്ടോ. ഇപ്പൊ നോക്കി ഒരുത്തന്നെ 2 ഇട്ടൊക്കെ വെച്ച് കൊടുക്കുന്നു ഇവന്. എന്റെ മാർക്കില്ല നാളെ സാമ്പിൾ ഇരിക്കും കേട്ടാ. പോയോ? അഡ്രസ് ഒക്കെ ഓൾറെഡി പോയി. ഫോട്ടോ വെട്ടിയെടുത്ത അവന്മാര് ഗ്യാങ്സ് ഉണ്ടാക്കി. ഫോട്ടോ വെട്ടിയെടുത്ത് കൊണ്ടുപോയോ? ആഹാ നമ്മൾ വാറ് കളിച്ചത് വെച്ച് ഗ്യാങ് വണ്ടി എങ്ങനെ ഉണ്ട്? ശോകമാണോ? ശോകം അത് പറ, അതിനനുസരിച്ച് ആരെങ്കിലും മാറ്റണം. വണ്ടി കിട്ടുകയാണ്. കൊള്ളാം. ഉറപ്പാണോ? വണ്ടി കൊള്ളാം. വണ്ടി നൈസാണ്. വണ്ടി കോഴിക്കോ ടോപ്പൻ ഉണ്ടായിരുന്നു 230-250 രൂപ സ്മൂത്ത് ആയിട്ട് കയറും. പിന്നെ ഭയങ്കര സ്ലോ ആണ്. രായ കൊണ്ട് ട്രാക്ക് ചെയ്തേ. രായ അത് വലിച്ചു കൊടുക്കണേടാ രായ. ഹലോ ഞാൻ ക്ലിപ്പാക്കി ടിക്കറ്റില്ലേ നമ്മളെ TV റോളൊന്ന് ആക്സസ് കൊടുക്കാൻ പറഞ്ഞേ. മറക്കല്ലേ. ഫ്ലഫിയ വലിച്ചാണ്. ഓക്കെ അത് വലിച്ചു കൊടുത്തേരെ.